കരൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്ന്. സുരക്ഷിതമായ ഒരു കരളുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ആ കരൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നു. ആ കരളിന് തകരാറുകൾ സംഭവിച്ചാലോ? കരളിലുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിച്ചുകൊണ്ട്, കരളിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് കരളിനെ ആരോഗ്യത്തോടെ നിർത്താൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നം ലിവ് ക്യൂർ പിൽസ്. ഫാറ്റി ലിവറിന് ലിവ് ക്യൂർ ഉത്തമ ഔഷധമാണ്. മഞ്ഞപ്പിത്തത്തിനും ഇത് ഉത്തമമത്രേ. ചിക്കൻ പോക്സിന് ശേഷമുണ്ടാകുന്ന ഹെർപ്പിസിന് ഇത് ഒരു പരിഹാരമാണ്. ക്യാൻസർ രോഗികൾക്ക് ഇത് ഉപയോഗിക്കാം. ഹൃദ്രോഗമുള്ളവർക്കും ഡയറ്ററി സപ്ലിമെൻ്റായിട്ട് ഇത് ഉപയോഗിക്കാം. ക്രമം തെറ്റിയ ആർത്തവത്തെ ക്രമപ്പെടുത്തി PMSൻ്റെ തോത് കുറയ്ക്കാനും ലിവ് ക്യൂറിന് ശക്തിയുണ്ട്. ലിവ് ക്യൂർ നമ്മുടെ കരളിനെ പുനരുജ്ജീവിപ്പിച്ച് ആരോഗ്യമുള്ള ഒരു കരൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഒപ്പം ആരോഗ്യമുള്ള സന്തുഷ്ടമായ ഒരു ജീവിതവും. എൻ്റെ പേര് സതീഷ് കുമാർ. കൊട്ടാരക്കര കുളക്കടയാണ് സ്വദേശം. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഞാൻ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 6-7 വർഷമായിട്ട് എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. നെഫ്രോട്ടിക് സിൻഡ്രോം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീനൂറിയ എന്നാണ് ആ അസുഖത്തിൻ്റെ പേര്. അതിൽ ഞാൻ ഈ ഒരു അസുഖം മൂലം വളരെ വിഷമിക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അതിന് മെഡിസിൻ എന്ന് പറഞ്ഞാൽ, അലോപ്പതിയിൽ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ. ഇത് കഴിക്കും തോറും നമുക്ക് വീണ്ടും പ്രയാസങ്ങളും, അതുപോലെ തന്നെ നിർത്തുമ്പം വീണ്ടും ഈ അസുഖം വീണ്ടും കണ്ടിന്യൂ ആയിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മാനസികമായിട്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ഈ ഡോക്ടറെ മീറ്റ് ചെയ്യാനും അതുപോലെ ഡോക്ടർ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും എനിക്ക് കഴിഞ്ഞത്. അങ്ങനെ ഡോക്ടർ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അങ്ങനെ ഡോക്ടറെ ഈ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിലൂടെ ആഗ്രഹം തോന്നി. അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഡോക്ടറെ സപ്ലിമെൻ്റായിട്ടുള്ള സൗണ്ട് ഹേർട്ടും ലിവ് ക്യൂറും എന്നോട് കഴിക്കാൻ പറഞ്ഞു. 3 ബോട്ടിൽ വീതം കഴിക്കാൻ പറഞ്ഞു. ഞാനത് കഴിച്ചു. 3ാമത്തെ ബോട്ടിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ അസുഖങ്ങൾ ഏകദേശം, ഈ പ്രയാസങ്ങളും കാര്യങ്ങളും, മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വയ്യായ്മയൊക്കെ മാറി. ഇത് പരിചയപ്പെടുത്തി തന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള ആൾക്കും അതുപോലെ തന്നെ ദൈവതുല്യനായിട്ടുള്ള ഡോക്ടർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.